ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിൽ വൈദ്യുതി നിരക്ക് കൂടിയേക്കും. നിരക്ക് പരിഷ്കരിക്കാൻ KSEB നീക്കം തുടങ്ങി. കേരളത്തിൽ വൈദ്യുതി നിരക്കിൽ വീണ്ടും മാറ്റങ്ങൾക്ക് സാധ്യത. 2027 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ 5 വർഷത്തെ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കാനുള്ള നടപടികൾ KSEB ആരംഭിച്ചു. എനർജി ചാർജിൽ വലിയ വർധന പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഫിക്സഡ് ചാർജിൽ നേരിയ വർധന ഉണ്ടാകുമെന്നാണ് സൂചന. ഗാർഹിക കാർഷിക ഉപയോക്താക്കൾക്ക് കാലാനുസൃതമായ നിരക്ക് വർധനയും വാണിജ്യ വ്യവസായങ്ങൾക്ക് ഉപയോക്താക്കൾക്ക് നിലവിലെ നിരക്ക് തുടരാനുമാണ് പരിഗണന. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് ടൈം ഓഫ് ഡേ മീറ്ററിംഗ് 250 യൂണിറ്റിൽ നിന്നും 200 യൂണിറ്റായി വ്യാപിപ്പിക്കാനും ആലോചനയുണ്ട്. പകൽ സമയത്ത് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഇളവ് നൽകുകയും വൈകിട്ട് പീക്ക് സമയത്തെ അധിക നിരക്ക് 50 മുതൽ 60% വരെ ഉയർത്തുകയും ചെയ്യാനാണ് ശുപാർശ. പീക്ക് സമയവും രാത്രി 10 മണിയിൽ നിന്ന് 11 അല്ലെങ്കിൽ 12 മണി വരെ നീട്ടുന്നതും പരിഗണനയിലാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് പകൽ സമയത്തേക്ക് മാറ്റാൻ പ്രത്യേക പ്രോത്സാഹനങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് 10 പൈസ വരെ സമ്മർ താരിഫും KSEBയുടെ കുടിശ്ശിക നഷ്ടം നികത്താൻ പ്രത്യേക സർചാർജും പരിഗണനയിലുണ്ട്. അന്തിമ തീരുമാനം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിക്ക് ശേഷമായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ കുടിയേറ്റ തൊഴിലാളികളുടെ ചെലവിനെക്കുറിച്ച് പുതിയ കണക്ക് പുറത്തുവിട്ട് CMID. സംസ്ഥാനത്ത് മാത്രം പ്രതിവർഷം 26,100 കോടി രൂപയിലധികം ചെലവാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ നിയമസഭാ പരാമർശത്തിനെതിരെ തൊഴിലാളി ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് രംഗത്ത് കുടിയേറ്റ തൊഴിലാളികൾ പ്രതിവർഷം കുറഞ്ഞത് 26,100 കോടി രൂപ കേരളത്തിൽ തന്നെ ചെലവഴിക്കുന്നുണ്ടെന്ന് CMID എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനോയ് പീറ്റർ വ്യക്തമാക്കി. താമസം, വാടക, ഭക്ഷണം, ഗതാഗതം, പലചരക്ക് സാധനങ്ങൾ തുടങ്ങി ദൈനംദിന ആവശ്യങ്ങൾക്കായാണ് ഇവരുടെ പ്രധാന ചെലവുകളെന്നും വരുമാനത്തിന്റെ 1/3 കേരളത്തിൽ തന്നെ ചെലവഴിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റ തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്ക് പണം അയക്കുന്നത് സ്വാഭാവികമാണെന്നും അതിനെ തെറ്റായി അവതരിപ്പിക്കുന്ന പ്രസ്താവനകൾ തൊഴിലാളികൾക്കെതിരായ തെറ്റായ ധാരണകളും വിദ്വേഷവും വർദ്ധിപ്പിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം അതിഥി തൊഴിലാളികൾ എന്നതിനു പകരം കുടിയേറ്റ തൊഴിലാളികൾ എന്ന പദം മുഖ്യമന്ത്രി ഉപയോഗിച്ചതിനെയും ഇവരുടെ പണമയക്കലും സാമ്പത്തിക സംഭാവനയും സംബന്ധിച്ച് പഠനം നടത്തുമെന്ന പ്രഖ്യാപനത്തെയും CMID സ്വാഗതം ചെയ്തു. കൂടാതെ കേരളത്തിലെ പല സർക്കാർ സ്കൂളുകളിലും ഇന്ന് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.